ഇത് ഞാൻ വിത്തിന് വെച്ച പടവലങ്ങ കേട്ടോ. നല്ല വലുപ്പത്തിൽ നമുക്ക് കാണുമ്പോഴൊക്കെ നമുക്ക് നല്ല സന്തോഷമാവും. നമുക്ക് എണ്ണയും കാറ്റും ഉയരേണ്ടത് നമുക്ക് ഇത് തലയുടെ മേലെ നിൽക്കണം. നല്ല തലി നാട്ടിയാണത്. നാട്ടി പടവലങ്ങ. അത് നല്ല ഓറഞ്ച് കളറിൽ. നെക്സ്റ്റ് ഇതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇതിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വിത്ത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായി മൂത്ത് പഴിച്ചിട്ടുള്ള സാധനം. ഈ പഴിച്ചിട്ട് എല്ലാം കൂടി താഴ്ത്തിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മീനിൻ്റെ ടാങ്കിൻ്റെ മേലെ ഞാനിത് കൃഷി ചെയ്തുള്ളത്. ഇതിൻ്റെ അടിയിൽ നിറച്ച് മീനാണ്. എല്ലാ ദിവസവും നോക്കിയിട്ട്, എല്ലാ ദിവസവും ഞാൻ നോക്കാറൊന്നുമില്ല, എല്ലാ ദിവസവും നോക്കിയിട്ട് നമ്മളിങ്ങനെ കെട്ടിയുക്ത കൃഷി എന്ന് പറയുന്നത് ഇതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്കിത് സംയുക്ത കൃഷിയാണ്. സ്നേക്ക് ഗാർഡ്, റിച്ച് ഗാർഡ്, ബിറ്റർ ഗാർഡ്, ഫ്ലാറ്റ് ബീൻസ്, പിന്നെ നമ്മുടെ സാധാരണ ബീൻസ്, പിന്നെ ഈ നോർത്തുകാരൊക്കെ കഴിക്കില്ലേ ചൗച്ചവ്, അങ്ങനെ എല്ലാം ഞങ്ങളുടെ ഇത്തിരിയും പോന്ന പടവലത്തുമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കിയുള്ളത്. പിന്നെ ഗ്രേപ്സും ഞങ്ങളുടെ ഇതിലെ മേലെ തന്നെ നമ്മൾ ഗ്രേപ്സ് ഒക്കെ ഉണ്ടാക്കിയുള്ളത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല നമ്മൾ കുറേയൊക്കെ ഷെയർ ചെയ്യും, കുറച്ചൊക്കെ നമ്മൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കും. ആൾക്കാർ വരും. ഓർഗാനിക് വെജിറ്റബിൾ ആയ കാരണം ആൾക്കാർ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. കുറച്ച് നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും. ഹോട്ടലിലേക്ക് പോയതാണ് അതിനൊന്ന് കെട്ടി റെഡിയാക്കി നിൽക്കരുത്. പിന്നെ ഇത് കട്ടിങ്ങിൻ്റെ ടൈമായാലും നമുക്ക് ഏത് സമയത്തും ഗ്രേപ്സ് നമുക്ക് പഴുത്തതും രണ്ട് തരത്തിലും ഉണ്ടാവും. പഴമുള്ളതുണ്ടാവും, മറ്റേതും ഉണ്ടാവും. നമ്മൾ കുറച്ച് നേരം ഫുൾ ടൈമൊന്നും വേണ്ട. പിന്നെ നമ്മൾ കപ്പയുണ്ട് അവിടെ കുറച്ച് അതിൻ്റെ ഇടയിൽ കുളിച്ചിട്ടുണ്ട്. ഇത് വെള്ള കയ്പക്കായാണ്, വെള്ള കളറിലുള്ള കയ്പക്കായ. പിന്നെ നല്ല ഡാർക്ക് ഗ്രീനുള്ളൊരു കയ്പക്കായും നമ്മുടെ അടുത്ത്. ചോളം, ഗുണ്ടു ബദനിക്കായ്, മറ്റേ വഴുതന, ചില്ലി, ഇന്ന് പൊട്ടിച്ച ഫ്രൂട്ട്സും വെജിറ്റബിളും ആണിത് കേട്ടോ.